Sibu sir, first of all, congrats. Sir, താങ്ക് യു. 27 വർഷം കഴിഞ്ഞപ്പോൾ റിലീസിന് വരുവാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അത്രയും ഫൺമോടി പോയ ഒരു മൂവിയായിരുന്നു സമന്വരിലെയും, അവസാനം വന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും വേദനിപ്പിച്ചൊരു ക്യാരക്ടറാണ് നിരഞ്ജൻ. അപ്പം ലാലേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത്, അല്ലെ അതിൻ്റെ ഒരു തന്തു എന്തായിരുന്നു? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ്. തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് എൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയത്. ജോൺ പോൾ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്യുന്ന രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളതാണ്. രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് മാരിവില്ലൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ എഴുതി ഒരു ഘട്ടം കഴിയുമ്പോഴാണ് രഞ്ജിത്തിനെ സംബന്ധിച്ചൊരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം. ഈ 2 പേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു. ഈ 2 പേരെക്കാളും മുകളിൽ ഒരാളെ ഈ മാമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രഞ്ജനികാന്ത് തുടങ്ങി, കമൽഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയ്ക്കായിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു. ഞാനെന്താ നിങ്ങളുടെ സിനിമയില്ല ഒന്ന് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മളെ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ ഒരു വയസ്സ് ലുക്കിലേക്കൊക്കെ പോകുന്നു. ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ലുക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ ലാലിനടുത്ത് പറഞ്ഞു, ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, താടി പിടിക്കുന്നത് ഇങ്ങനത്തെ കണ്ടീഷൻസിന് വരാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്ത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പോഴത്തെ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഉണ്ടായിരുന്നു. അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് മറ്റൊന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്നു. കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ 2 സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു 5-10 മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നത്. അതിൻ്റെ അവിടെ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു. ലാലിൻ്റെ ഒരു പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു. ഇവർ 2 കൂടെ ഒരു ബെഞ്ചിൽ നിന്നിട്ട്. പക്ഷെ തിയേറ്ററിലെത്തി സിയാദ് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്നൈയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടോ ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിൽ മൈമൂണിലത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ആ 2 സീനിൻ്റെ ആവശ്യമില്ല, ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ കാരണം ഇത്രയും വലിയ ഒരു ലെങ്തി സീൻ അതിൻ്റെ ഇടയിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തിയേറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കും. കാരണം ഈ താലി കെട്ടി ബോധം കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരിച്ച് കളിച്ച് നീങ്ങുന്നതാണ്. ആ ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കിയപ്പോൾ അതുകൊണ്ട് ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴേക്ക് പറഞ്ഞു ഒരു പ്രശ്നമില്ല, ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന്. അങ്ങനെ ഓൾക്കാരിൽ അത് മാറ്റുകയുണ്ടായി. അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് അത് സാധിച്ചില്ല. അല്ലെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ട് ഇതിലേക്ക് വന്നേനെ ഈ സമയത്തേക്ക്. ഇല്ല, അതിന് ക്വാളിറ്റി ഇല്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു. കിട്ടിയതിനകത്ത് നെഗറ്റീവൊക്കെ വളരെ ഡാമേജ്ഡ് ആയി. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നില്ല. കാരണം ലാലുള്ള ഒരു സീൻ വീണ്ടും വരിക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതുകൊണ്ട് ഇതിനകത്ത് ഇല്ലാതെ പോയ കുറേ ആൾക്കാരാണ് നമ്മളെ ഇപ്പം ഗിരീഷ്, അതുപോലെ അഗസ്റ്റിൻ ഒരു സീനിലാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിലുണ്ടായിരുന്നു, സുമാരി ചേച്ചി, മണി, അങ്ങനെ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഇല്ലാതെ
ഈ റിലീസ് ചെയ്യുമ്പോൾ അവർ പക്ഷേ ഈ വേദിയിലും ഉണ്ടാകേണ്ടിയിരുന്ന ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. ഒരു 27 വർഷത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഇന്നും പക്ഷേ അതിനുശേഷം ജനിച്ച തലമുറകളും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ കാർമസിൽ പോയി കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവർ 27 വയസ്സിലകത്ത് പ്രായം കുറഞ്ഞാണല്ലോ, 20ഉം 22ഉം അല്ലെങ്കിൽ 17, 18 വയസ്സുള്ള കുട്ടികളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഈ സിനിമ എത്രമാത്രം മറ്റ് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിലെല്ലാം ക്യൂരിയോസിറ്റി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു റിയൽ റിലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കാര്യം.